ക്വസ്റ്റ്യൻ നമ്പർ 1. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ഹ്യൂ ഗ്രോസ്. ആൻസർ ഓപ്ഷൻ 2 ഹ്യൂ ഗ്രോസ്. 2. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ദാദാഭായ് നവറോജി. ആൻസർ ഓപ്ഷൻ 3 ദാദാഭായ് നവറോജി. 3-ാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ 1 ഹാർഡിഞ്ച് രണ്ടാമൻ. ആൻസർ ഓപ്ഷൻ 1 ഹാർഡിഞ്ച് രണ്ടാമൻ. 4-ാമത്തെ ക്വസ്റ്റ്യൻ, ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിൻ്റെ ഭാഗമായാണ്? ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിൻ്റെ ഭാഗമായാണ്? ആൻസർ ഓപ്ഷൻ 4 സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ 4 സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 5. ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഗുജറാത്തിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് 1917 നടന്നു. ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചമ്പാരൻ എന്ന സ്ഥലം ബീഹാറിലാണ് ഉള്ളത്. 6-ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഉൽപാദന നേട്ടം ഏറ്റവും കൂടുതൽ കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 പഞ്ചാബ്. ആൻസർ ഓപ്ഷൻ 3 പഞ്ചാബ്. 7th ക്വസ്റ്റ്യൻ, ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ജയ്പൂർ. ആൻസർ ഓപ്ഷൻ 1 ജയ്പൂർ. 8-ാമത്തെ ക്വസ്റ്റ്യൻ, രാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് സമ്പ്രദായം നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ 4 ഇന്ദിരാഗാന്ധി. ആൻസർ ഓപ്ഷൻ 4 ഇന്ദിരാഗാന്ധി. 9th ക്വസ്റ്റ്യൻ, തൊഴിൽ, വിദ്യാഭ്യാസം, പൊതുസഹായം എന്നിവയ്ക്കുള്ള അവകാശം ഉറപ്പാക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 41. ആൻസർ ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 41. 10. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ചില അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 3 നിർദ്ദേശക തത്വങ്ങൾ. ആൻസർ ഓപ്ഷൻ 3 നിർദ്ദേശക തത്വങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 11. സ്ത്രീകളോട് മാന്യമായി പെരുമാറുകയും അവരുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ആർട്ടിക്കിൾ 51AE. ആൻസർ ഓപ്ഷൻ 1 ആർട്ടിക്കിൾ 51AE. 12. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 ദീനനാഥ് ഭാർഗവ. ആൻസർ ഓപ്ഷൻ 4 ദീനനാഥ് ഭാർഗവ. 13. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം. ആൻസർ ഓപ്ഷൻ 2 ഭാഗം 3. ആൻസർ ഓപ്ഷൻ 2 ഭാഗം 3. 14. താഴെ കൊടുത്തിട്ടുള്ളതിൽ എന്തിൻ്റെ ആപ്തവാക്യമാണ് സർവ ഭവന്തു സുഖിന എന്നത്? ആൻസർ ഓപ്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 15. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഉൾപ്പെട്ടിട്ടുള്ള ആനന്ദമഠൻ നോവൽ രചിക്കപ്പെട്ട ഭാഷ ഏതാണ്?
ആൻസർ ഓപ്ഷൻ 1 ബംഗാളി. ആൻസർ ഓപ്ഷൻ 1 ബംഗാളി. 16 ദാമൻ മുതൽ ഗോവ വരെയുള്ള പശ്ചിമ തീരഭാഗം. ദാമൻ മുതൽ ഗോവ വരെയുള്ള പശ്ചിമ തീരഭാഗം. ആൻസർ ഓപ്ഷൻ 4 കൊങ്കൺ തീരം. ആൻസർ ഓപ്ഷൻ 4 കൊങ്കൺ തീരം. 17 ഉത്തരായന രേഖ എന്നറിയപ്പെടുന്നത്. ഉത്തരായന രേഖ എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ 2 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖ. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖ. 18 നാരോ ഗേജ്, മീറ്റർ ഗേജ്, ബ്രോഡ് ഗേജ് എന്നീ 3 ഗേജുകളും ഉള്ള റെയിൽവേ സ്റ്റേഷൻ. ആൻസർ ഓപ്ഷൻ 3 സിലിഗുരി. ആൻസർ ഓപ്ഷൻ 3 സിലിഗുരി. 19 സിയാച്ചിൻ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ 1 ലഡാക്ക്. ആൻസർ ഓപ്ഷൻ 1 ലഡാക്ക്. 20 ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ 4 കൊല്ലം. ആൻസർ ഓപ്ഷൻ 4 കൊല്ലം ജില്ല. 21 മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത്. 21 മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 2 കാരക്കോറം. ആൻസർ ഓപ്ഷൻ 2 കാരക്കോറം. 22 കേരളമേ നിന്റെ ഓമനപ്പേർ കേൾക്കെ കോൾമയർ കൊള്ളുന്നു എന്നുള്ളമെന്നും എന്ന് കേരളത്തെ വിശേഷിപ്പിച്ച പ്രശസ്ത സാഹിത്യകാരൻ. ആൻസർ ഓപ്ഷൻ 3 എസ് കെ പൊറ്റക്കാട്. ആൻസർ ഓപ്ഷൻ 3 എസ് കെ പൊറ്റക്കാട്. 23 പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ 1 മണ്ണാർക്കാട് താലൂക്ക്. ആൻസർ ഓപ്ഷൻ 1 മണ്ണാർക്കാട് താലൂക്കിൽ. 24 പക്ഷി പാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. പക്ഷി പാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ 4 വയനാട് ജില്ല. ആൻസർ ഓപ്ഷൻ 4 വയനാട് ജില്ല. 25 കുലീനിയ എക്സാറിലാറ്റ എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? കുലീനിയ എക്സാറിലാറ്റ എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ആൻസർ ഓപ്ഷൻ 2 വെടിപ്ലാവ്. ആൻസർ ഓപ്ഷൻ 2 വെടിപ്ലാവ്. 26 കേരളത്തിലെ 17ാമത് വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ 17ാമത് വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 കൊട്ടിയൂർ. ആൻസർ ഓപ്ഷൻ 3 കൊട്ടിയൂർ. 27 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളിയായ വിമൽകുമാർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 1 ബാഡ്മിൻ്റൺ. ആൻസർ ഓപ്ഷൻ 1 ബാഡ്മിൻ്റൺ. 28 പൊതുമേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ 4 തിരുവനന്തപുരം ജില്ല. 29 കേരളത്തിലെ കാറ്റാടി ഫാമുകളും അവ നിലകൊള്ളുന്ന ജില്ലകളിലും തെറ്റായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 രാമക്കൽമേട് പാലക്കാട്. ഇത് റോങ് ആണ്. ബാലൻസ് 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്. 30 ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷങ്ങളിൽ തെറ്റായത് ഏതാണ്? ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷങ്ങളിൽ തെറ്റായത് ഏതാണ്?
ആൻസർ ഓപ്ഷൻ 3 1935. ആൻസർ ഓപ്ഷൻ 3 1935. 31 മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 കെ മാധവൻ നായർ. ആൻസർ ഓപ്ഷൻ 1 കെ മാധവൻ നായർ. 32 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 4 1930 ഏപ്രിൽ 13. 1930 ഏപ്രിൽ 13. 33 സുബ്ബരായൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 2 കയ്യൂർ സമരം. ആൻസർ ഓപ്ഷൻ 2 കയ്യൂർ സമരം. 34 തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകൻ? ആൻസർ ഓപ്ഷൻ 2 ചട്ടമ്പി സ്വാമികൾ. ആൻസർ ഓപ്ഷൻ 2 ചട്ടമ്പി സ്വാമികൾ. 35 മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 വില്യം ലോഗൻ. ആൻസർ ഓപ്ഷൻ 3 വില്യം ലോഗൻ. 36 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരണാധികാരി? ആൻസർ ഓപ്ഷൻ 1 ഉത്രം തിരുനാൾ. ആൻസർ ഓപ്ഷൻ 1 ഉത്രം തിരുനാൾ. 37th ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ 4 വക്കം അബ്ദുൾ ഖാദർ. ആൻസർ ഓപ്ഷൻ 4 വക്കം അബ്ദുൾ ഖാദർ. 38 ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭടന്മാർ എന്നറിയപ്പെടുന്നത്? ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭടന്മാർ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ 2 വെളുത്ത രക്താണുക്കൾ. ആൻസർ ഓപ്ഷൻ 2 വെളുത്ത രക്താണുക്കൾ. 39 ഞള്ളാനി ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞള്ളാനി ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 4 ഏലം. ആൻസർ ഓപ്ഷൻ 4 ഏലം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആവാസ വ്യവസ്ഥയാണ് സ്ഥിരം സമ്പത്ത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണിത്? ആൻസർ ഓപ്ഷൻ 3 ചിപ്കോ പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ 3 ചിപ്കോ പ്രസ്ഥാനം. താങ്ക് യു.